ഹലോ SSLC മക്കൾസ് വെൽക്കം. ഓക്കെ, അപ്പോൾ നമ്മളിനി SLC ഇംഗ്ലീഷിലെ 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഇനി എന്താ അടുത്ത 5th ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, 4 ചാപ്റ്റർ ഒക്കെ നമ്മൾ അടിച്ചു പൊളിച്ചു പഠിച്ചു. ഇനി അടുത്ത 5th ചാപ്റ്റർ ആണ്. ഏതാ ചാപ്റ്ററിന്റെ പേര്? ഫീനിക്സ് റൈസസ് എന്നാണ് എന്താ നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. നമ്മുടെ ചാപ്റ്റർ എഴുതിയിരിക്കുന്ന ആരാന്നറിയോ? ആരാ? ട്വിങ്കിൾ കന്യാണ് കേട്ടോ. അപ്പൊ ട്വിങ്കിൾ കന്യ എഴുതിയ ഒരു ലൈഫ് റൈറ്റിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ള ഫീനിക്സ് റൈസസ്. ഫീനിക്സ് റൈസസ്. ഫീനിക്സ് എന്ന് പറയുന്ന ബേർഡിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ആഷസിൽ നിന്നൊക്കെ ഇങ്ങനെ റൈസ് ആയി വരുന്ന ബേർഡ് അല്ലെ, നോക്കി കണ്ടിട്ടുണ്ടായിരിക്കും, നമുക്ക് വഴിയെ കാണാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പേ ലൈഫ് റൈറ്റിംഗ് ആണെന്ന് പറഞ്ഞല്ലേ. ലൈഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജീവിത കഥയാണ് അല്ലെ. ആരുടെ ജീവിത കഥയാണ് അത് നമുക്ക് വഴിയെ പറയാം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഫീനിക്സ് റൈസസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ബൈ ട്വിങ്കിൾ കന്ന. ഓക്കെ, അപ്പൊ നമുക്ക് ഓഥറിനെ പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫീനിക്സ് റൈസസ് കേട്ടോ. ഫീനിക്സ് ബേർഡ് ആണ്. ഓക്കെ, മിത്തിക്കൽ ആയിട്ടുള്ള ഒരു ബേർഡ് ആണ്. ആഷസിൽ നിന്നൊക്കെ ഇങ്ങനെ റൈസ് ചെയ്ത് വരുന്ന ബേർഡ് ആണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഈ ബേർഡ് എന്തിനാ സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ? ഇമ്മോർട്ടാലിറ്റി, അതേപോലെ റിസറക്ഷൻ, അതായത് എന്താണ് ഉയർത്തെഴുന്നേൽപ്പിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ബേർഡ് ആണ്. ഇവിടെ ആരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് ഈ കഥയിൽ? ആരുടെ കഥയാണ് എന്നതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഫീനിക്സ് റൈസസ് ബൈ ട്വിങ്കിൾ കന്ന. ട്വിങ്കിൾ കന്നയെ പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ അബൌട്ട് ദ ഓഥർ ആണ് സാർ വായിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ട്വിങ്കിൾ കന്ന വാസ് ബോൺ ഇൻ 1973 ഇൻ മുംബൈ. അപ്പൊ മുംബൈയിൽ 1973 നമ്മുടെ ട്വിങ്കിൾ കന്ന ജനിച്ചത്. ഷീ ബിഗാൻ ആക്ടിങ് ഇൻ ഫിലിംസ് ഇൻ 1995. അപ്പൊ 1995 മുതൽ എന്താണ് ഒരു ആക്ട്രസ് ആണ് കേട്ടോ. 1995 മുതൽ എന്ത് ചെയ്തു? നമ്മുടെ ഫിലിംസിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? അഭിനയിക്കാൻ തുടങ്ങി. ഇൻ 2002 ഷീ എംപാർക്ഡ് ഓൺ എ ന്യൂ കരിയർ ആസ് ആൻ ഇന്റീരിയർ ഡിസൈനർ. അപ്പൊ 2002 മുതൽ എന്താണ് ആക്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഇന്റീരിയർ ഡിസൈനിങ്ങിലേക്ക് കടക്കുകയാണ് ആര്? നമ്മുടെ ട്വിങ്കിൾ കന്ന. Then later she established herself as an author and columnist. ഓക്കെ, പിന്നെ ഓതർ ആയിട്ടും കോളമിസ്റ്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യാണ്. കോളമിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ റെഗുലർ ആയിട്ട് ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുന്ന ആളെ വിളിക്കുന്ന പേരാണ് കേട്ടോ. Then in 2015 her first book Miss Funny Bones became a best seller. അപ്പൊ അവരുടെ ആദ്യത്തെ പുസ്തകമായിട്ടുള്ള ഇത് മിസ് ഫണ്ണി ബോൺസ് എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്? വിറ്റഴിക്കപ്പെടുകയാണ്. ഓക്കെ, ദെൻ എന്താ ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ്. അതൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ബുക്സിന്റെ പേരാണ് കേട്ടോ, ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് എന്ന് പറഞ്ഞത്. പിന്നീട് നമുക്ക് നമ്മുടെ ട്വിങ്കിൾ കന്നയെ കുറിച്ച് അറിയാനുള്ളത് നമ്മുടെ ഈ ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്താണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദിലാണ് നമ്മുടെ ആര് കടന്നു വരുന്നത്? ശ്രീ അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കടന്നു വരുന്നത് കേട്ടോ. ഈ അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് ഇനി ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ ആരെക്കുറിച്ച് പറയുന്നുണ്ട്? സോഷ്യൽ ഓൺട്രപ്രന്യൂർ ആയിട്ടുള്ള അരുണാചലം മുരുകാനന്ദത്തിന്റെ സ്റ്റോറി പറയുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തെ നമുക്ക് ഇനി ആവശ്യമുണ്ട്. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ പേരൊന്ന് ഓർത്തു വെക്കുക, അരുണാചലം മുരുകാനന്ദം. ഓക്കെ, സെറ്റ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ട്വിങ്കിൾ കന്നയെ കുറിച്ച് പറഞ്ഞു. ആക്ട്രസ് ആണെന്ന് പറഞ്ഞു അല്ലെ, പിന്നെ ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ല, ഓതർ ആയിരുന്നു, അതേപോലെ എന്താണ് കോളമിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നല്ല 2-3 പുസ്തകങ്ങളുടെ പേരൊക്കെ പറഞ്ഞു അല്ലെ. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മുടെ ട്വിങ്കിൾ കന്നയെ നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ട്വിങ്കിൾ കന്ന വിത്ത് അക്ഷയ് കുമാർ. തമ്മിൽ എന്താ ബന്ധം? ട്വിങ്കിൾ കന്നയുടെ ഹസ്ബൻഡ് ആണ് ആര്? അക്ഷയ് കുമാർ. ഓക്കെ, നമ്മുടെ ഓതറിന്റെ ഹസ്ബൻഡ് ആണ് ആര്? അക്ഷയ് കുമാർ കേട്ടോ. ഓക്കെ, അപ്പോ ട്വിങ്കിൾ കന്ന വിത്ത് അക്ഷയ് കുമാർ ആണ് നമ്മുടെ ഈ ഒരു പിക്ചറിൽ കാണുന്നത്. ഓക്കെ, ഇവര് തമ്മിൽ വേറൊരു റിലേഷനും ഉണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ട്വിങ്കിൾ കന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ബുക്ക്, ആ ബുക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫിലിം ഉണ്ട്. ആ ഫിലിമിന്റെ പേരാണ് പാറ്റ്മാൻ. എന്താ? പാറ്റ്മാൻ. ആ പാറ്റ്മാൻ എന്ന് പറയുന്ന ഫിലിമില് അഭിനയിച്ചിരിക്കുന്നത് ആരാണ്? നമ്മുടെ അക്ഷയ് കുമാർ ആണ് കേട്ടോ. അക്ഷയ് കുമാർ ആണ്. ആ പാറ്റ്മാനിന് യഥാർത്ഥ ഒരു പാറ്റ്മാൻ ഉണ്ട്. ആ പാറ്റ്മാനെ കാണാം. ഇതാണ് അതിലെ യഥാർത്ഥ പാറ്റ്മാൻ. ഓക്കെ, നമ്മുടെ പാറ്റ്മാൻ എന്ന് പറഞ്ഞ ഫിലിമിലെ ദ റിയൽ പാറ്റ്മാൻ ഇതാണ്. സാർ ആദ്യമേ ഒരു പേര് പറഞ്ഞില്ലേ, അരുണാചലം മുരുകാനന്ദം. അദ്ദേഹമാണ് ഇദ്ദേഹം കേട്ടോ. ആ അദ്ദേഹത്തിനെ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ആരാണ്? നമ്മുടെ ട്വിങ്കിൾ കന്നയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ആരാണ്? അക്ഷയ് കുമാർ ആണ് കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ കഥയാണ് നമ്മൾ അവതരിപ്പിക്കുന്ന എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന ഒരു ലൈഫ് റൈറ്റിംഗ് ജീവിത കഥ. നമ്മുടെ അരുണാചലം മുരുകാനന്ദത്തിന്റെ കഥയാണ് കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ നമ്മുടെ അരുണാചലം മുരുകാനന്ദത്തിന്റെ കഥ സിനിമയാക്കിയിട്ടുണ്ട്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ആരാ? നമ്മുടെ അക്ഷയ് കുമാർ ആണ്. ആ സിനിമയുടെ പേരാണ് എന്ത്? പാറ്റ്മാൻ, ഡയറക്റ്റഡ് ബൈ ആർ ബൽക്കി. ഓക്കെ, ആർ ബൽക്കി സംവിധാനം ചെയ്ത പാറ്റ്മാൻ എന്ന് പറയുന്ന സിനിമയിൽ
അക്ഷയ് കുമാർ ആണ് നമ്മുടെ അരുണാചലം മുരുകാനന്ദമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, അഭിനയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണ്, എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കഥകൾ എന്നൊക്കെയുള്ള ഒരു ചെറിയ ഒരു വിവരണം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പോർഷനിലെ, ഫീനിക്സ് റൈസസ് എന്ന് പറഞ്ഞ ഈ ഒരു പോർഷനിലെ. ഓക്കെ, സെറ്റ്, പോവാം. മക്കൾസ്, അപ്പോ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ അരുണാചലം മുരുകാനന്ദം യഥാർത്ഥ ബാറ്റ്മാനെ നമ്മൾ കണ്ടു. ഓക്കെ, യഥാർത്ഥ ബാറ്റ്മാനെ അല്ലാതെ നമ്മുടെ റിയാര് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആരാ ബാറ്റ്മാൻ ആയിട്ട്, നമ്മുടെ അക്ഷയ് കുമാർ ആണ്. ട്വിങ്കിൾ ഖന്ന നമ്മുടെ ഓതന്റെ ഹസ്ബൻഡ് ആണെന്നൊക്കെ പറഞ്ഞു അല്ലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ബാറ്റ്മാൻ എന്ന് പറയുന്ന ഫിലിമുമായിട്ട് ബേസ്ഡ് ആയിട്ടൊക്കെ ഉള്ള ഒരു ലൈഫ് റൈറ്റിംഗ് ആണ് നമുക്ക് ട്വിങ്കിൾ ഖന്ന തന്നിരിക്കുന്ന ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. അരുണാചലം മുരുകാനന്ദമാണ് ദ റിയൽ ബാറ്റ്മാൻ. ഓക്കെ, അത് സിനിമയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അഭിനയിച്ചിരിക്കുന്ന ആരാ, അക്ഷയ് കുമാർ ആണ്. ഓക്കെ, ട്വിങ്കിൾ ഖന്നയുടെ ഹസ്ബൻഡ് ആണ്. ഒരുപാട് തവണ പറഞ്ഞു, അത് മനസ്സിൽ ക്ലിയർ ആക്കുക കേട്ടോ. ഈസ് എ ലൈഫ് റൈറ്റിംഗ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ ഒരു ലൈഫ് റൈറ്റിംഗ് ആണ്, ഒരു ജീവിത കഥയാണ് കേട്ടോ. യഥാർത്ഥ റിയൽ സ്റ്റോറിയാണ്. ആരുടെ, നമ്മുടെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ജനിച്ച നമ്മുടെ അരുണാചലം മുരുകാനന്ദം പറഞ്ഞ വ്യക്തിയുടെ റിയൽ സ്റ്റോറിയാണ്. ഇദ്ദേഹത്തിന്റെ കാര്യം കുറച്ച് പറഞ്ഞോട്ടെ. ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം നമ്മുടെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ജനിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ എന്താണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ലോ കോസ്റ്റിൽ സാനിറ്ററി നാപ്കിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഓക്കെ, അത് പിന്നീട് വലിയ വലിയ സക്സസിലേക്കൊക്കെ പോയി. പക്ഷെ അതിന്റെ ഇടയിൽ ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ഓക്കെ, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, ഓർത്ത് വെക്കണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ അരുണാചലം മുരുകാനന്ദം ലൈഫ് സ്റ്റോറി ബാറ്റ്മാൻ ആക്കി മാറ്റി എന്ന് പറഞ്ഞില്ല. ആ ബാറ്റ്മാൻ എന്ന് പറയുന്ന ഫിലിമിന് നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആ ഒരു സിനിമയ്ക്ക് എന്താ നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുള്ള ഒരു ഫിലിമാണ് ഇത് ബാറ്റ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ്, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ട്വിങ്കിൾ ഖന്ന എഴുതിയ ലൈഫ് റൈറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ എന്തിലേക്ക് പോവാം, സ്റ്റോറി ആയിട്ടുള്ള, സ്റ്റോറി അല്ല, ലൈഫ് റൈറ്റിംഗ് ആയിട്ടുള്ള എ ഫീനിക്സ് റൈസസ്. ഓക്കെ, ഇവിടെ അപ്പോൾ ഫീനിക്സ് ആരെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പം ക്ലിയർ ആയി കാണും. ഓക്കെ, നമ്മുടെ അരുണാചലം മുരുകാനന്ദത്തിന്റെ സ്റ്റോറിയാണ് നമ്മുടെ പഠിക്കാനുള്ള എ ഫീനിക്സ് റൈസസ്. ഓക്കെ, ദെൻ ഇതാണ് ബാറ്റ്മാൻ എന്ന് പറയുന്ന ഒരു ഫിലിം. ഓക്കെ, ഇതിൽ നമ്മുടെ ബാറ്റ്മാൻ ആയിട്ട് അരുണാചലം മുരുകാനന്ദമായിട്ട് അഭിനയിച്ചതാരാ, നമ്മുടെ അക്ഷയ് കുമാർ ആണ് കേട്ടോ. റിട്ടൺ ആൻഡ് ഡയറക്ടർ ആർ ബൽക്കി സംവിധാനം ചെയ്ത ബാറ്റ്മാൻ എന്ന് പറയുന്ന ഫിലിം. ഓക്കെ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കാണുക കേട്ടോ. നാഷണൽ അവാർഡ് വരെ കിട്ടിയ ഒരു ഫിലിമാണ് ബാറ്റ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാണാതിരിക്കുന്നത് മോശമാണ്, മാത്രമല്ല ഒരു റിയൽ ലൈഫ് സ്റ്റോറി കൂടിയാണ്. ഓക്കെ, ഓക്കെ, ട്വിങ്കിൾ ഖന്നയും അക്ഷയ് കുമാറും കാരണം അറിയാലോ അല്ലെ. ട്വിങ്കിൾ ഖന്നയും അക്ഷയ് കുമാറും ഭാര്യ ഭർത്താക്കന്മാരെന്നതിൽ ഉപരി എന്താണ്, നമ്മുടെ ട്വിങ്കിൾ ഖന്ന നമ്മുടെ ചാപ്റ്ററിന്റെ എന്താണ്, ഓതർ കൂടിയാണെന്ന് ഓർത്തു വെക്കുക. മാത്രമല്ല നമ്മുടെ ചാപ്റ്റർ എന്താണ്, ഒരു ലൈഫ് റൈറ്റിംഗ് ആണ്, ഒരു റിയൽ സ്റ്റോറിയാണ്. ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ സെറ്റ് ആക്കണേ, എങ്കിലേ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാൻ പറ്റൂ. ഇനി പോവാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് സാറ് പറഞ്ഞു അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ജനിച്ച വ്യക്തിയുടെ റിയൽ ലൈഫ് സ്റ്റോറി ആണിതെന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ, ബബ്ലു കേവത്ത്. പക്ഷെ ഇദ്ദേഹത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് ബബ്ലു കേവത്ത് എന്നാണ്. നിങ്ങൾ കോമൺ സെൻസ് അല്ലെങ്കിൽ എന്താണ് നോർമലി എന്നോട് ചോദിക്കും, എന്തുകൊണ്ടാണ് സാർ അരുണാചലം മുരുകാനന്ദം എന്നുള്ള പേര് ഈ ഒരു സ്റ്റോറിയിൽ ഈ ഒരു ലൈഫ് റൈറ്റിംഗിൽ എന്ത് ചെയ്യാനുള്ളത് ഉപയോഗിക്കാത്തത് ട്വിങ്കിൾ ഖന്ന എന്ന് ചോദിച്ചാൽ, ഒരുപാട് ലീഗൽ ഇഷ്യൂസ് അല്ലെങ്കിൽ പിന്നീട് ഒരുപാട് ലീഗൽ പ്രശ്നങ്ങളോ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളോ അതേപോലെ പ്രൈവസി ഇഷ്യൂസ് ഒക്കെ കാരണമാണ് കേട്ടോ. ജസ്റ്റ് കോമൺ സെൻസ്. ഓക്കെ, അത് കാരണമാണ് നമ്മുടെ ബബ്ലു കേവത്ത് എന്നുള്ള പേര് യൂസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ? എന്താണ് നിയമപരമായിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ ബബ്ലു കേവത്ത് എന്ന് പറഞ്ഞൊരു പേര് നമ്മുടെ ലൈഫ് റൈറ്റിംഗിൽ ആര് ഉപയോഗിച്ചിരിക്കുന്നത്, ട്വിങ്കിൾ ഖന്ന യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോറി പഠിക്കാം. റിയൽ ബാറ്റ്മാന്റെ പേര് ബബ്ലു കേവത്ത് എന്നല്ല, പിന്നെന്താ, അരുണാചലം മുരുകാനന്ദം എന്നാണ് കേട്ടോ. ഓക്കെ, തമിഴ്നാട് ജില്ലയിലെ കോയമ്പത്തൂരിൽ ജനിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പിന്നീട് ഒരുപാട് വലിയ നേട്ടങ്ങളിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് പറയാം. ഓക്കെ, സെറ്റ്. അപ്പം ബബ്ലു കേവത്ത് ഹാഡ് ബി ആൻ ഇൻഡിഫറന്റ് സ്റ്റുഡന്റ് അറ്റ് ബെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ബബ്ലു കേവത്ത് എന്ന് പറഞ്ഞാൽ ഒരു താല്പര്യമില്ലാത്ത ഇൻഡിഫറന്റ് ആയിട്ടുള്ള ഒരു എന്തായിരുന്നു, വിദ്യാർത്ഥി ആയിരുന്നു, സ്റ്റുഡന്റ് ആയിരുന്നു. ദെൻ he still remembers his science teacher Mrs. Sharma and the egg incubator that he had made under her supervision. അപ്പോ നമ്മുടെ ബബ്ലു അല്ല, ബബ്ലു നമ്മുടെ എന്താണ് ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള നെയിമാണ്. ഓക്കെ, യഥാർത്ഥ പേര് അരുണാചലം. ഓക്കെ, ബബ്ലു ആണ്, നമുക്ക് ഇവിടെ ബബ്ലു മതി കേട്ടോ. ചാപ്റ്ററിൽ എഴുതി വെക്കരുത് എന്താണ് അരുണാചലം എന്നുള്ളത് കേട്ടോ. നമ്മുടെ എന്താണ് ബബ്ലു ആണ്. ഓക്കെ, ബബ്ലു. ഓക്കെ, ബബ്ലു. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ബബ്ലു ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സയൻസ് ടീച്ചർ ആയിട്ടുള്ള മിസ്സിസ് ശർമ്മയെ ഓർക്കുന്നുണ്ട്. എങ്ങനെയാ, അത് മാത്രമല്ല ഓർക്കുന്നത്, ആൻഡ് ദ എഗ് ഇൻക്യുബേറ്റർ, മുട്ട വിരിക്കുന്ന ആ സാധനം അല്ലെ,
അതെന്താ, അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, മിസ്സസ് ശർമ്മയുടെ സൂപ്പർവിഷനിൽ മേൽനോട്ടത്തിൽ നമ്മുടെ ബബ്ലു എന്ത് ചെയ്തിട്ടുണ്ട്, ബബ്ലു എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു എഗ് ഇൻക്യുബേറ്റർ മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ സയൻസിനോടൊക്കെ താല്പര്യമുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു അല്ലെ നമ്മുടെ ബബ്ലു. അപ്പം മിസ്സസ് ശർമ്മ എന്ന് പറയുന്ന ആ ഒരു സയൻസ് ടീച്ചറിന്റെ മേൽനോട്ടത്തിൽ എന്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, എഗ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീനൊക്കെ എന്ത് ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ നമ്മുടെ ആര് ഓർക്കാണ്, നമ്മുടെ ബബ്ലു കേവത്ത് ഓർക്കാണ്. Then but when Bablu's father died, leaving his mother struggling to support her small family. അപ്പൊ എന്താണ്, നമ്മുടെ ബബ്ലുവിന്റെ അച്ഛൻ എന്ത് ചെയ്യാണ്, മരണപ്പെടുകയാണ്. ഹിസ് മദർ സ്ട്രഗ്ലിംഗ് ടു സപ്പോർട്ട് ഹർ സ്മോൾ ഫാമിലി. അവന്റെ അമ്മ എന്താണ്, അച്ഛൻ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, അമ്മ ജോലിക്ക് പോകേണ്ടി വരും അല്ലെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ജോലിക്ക് പോവാം, അങ്ങനെയല്ല, എന്താണ് അമ്മയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൂടുതലായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്താണ് അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ്, കുഞ്ഞ് ആ ഒരു ഫാമിലി, സ്മോൾ ഫാമിലി എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബബ്ലു എന്ത് ചെയ്തു, he dropped out of school to get a job and help her out. നമ്മുടെ ബബ്ലു പഠനം ഉപേക്ഷിച്ച് എന്ത് ചെയ്യാണ്, അമ്മയ്ക്ക് അല്ലെങ്കിൽ എന്താണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് സ്വയം എന്ത് ചെയ്യാണ്, പഠനം ഉപേക്ഷിക്കുകയാണ്. ഡ്രോപ്ഡ് ഔട്ട് മീൻസ് എന്ത് ചെയ്യാണ്, ഉപേക്ഷിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്, ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. ആരെ സഹായിക്കാൻ, സ്വന്തം അമ്മയെ സഹായിക്കാൻ അല്ലെ. കാരണം എന്താണ്, അച്ഛൻ മരണപ്പെട്ടു, ഇപ്പൊ അമ്മ മാത്രമേ എന്തുള്ളൂ, ജോലിക്ക് പോകുന്നുള്ളൂ. അതുവഴി എന്ത് ചെയ്യാൻ പറ്റില്ലായിരിക്കും, ഒരു പക്ഷെ ആ ഒരു ഫാമിലി മുന്നോട്ട് പോകാൻ കഴിയില്ലായിരിക്കും. ബബ്ലു കേവത്ത് ഓർക്കണം കേട്ടോ. ആരുടെ കഥയാ, അരുണാചലം മുരുകാനന്ദം. ഓക്കെ, ആരാ എഴുതിയേ, ട്വിങ്കിൾ കന്ന. സെറ്റ്. Then he joined a workshop as a busboy. അപ്പം എന്താണ്, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പഠനം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ എന്താ ചെയ്തത്, പകരം ഒരു ജോലി കിട്ടി. എവിടെയാ, ഒരു വർക്ക്ഷോപ്പില് ഒരു ബസ് ബോയ് ആയിട്ട് കിട്ടി. ബസ് ബോയ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഈ അവിടുത്തെ പ്രധാന ഒരു ഓണർ കാണും. അപ്പൊ ആ ഓണറിനൊക്കെ എന്താണ്, ചായയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ ചായയൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന ഒരു ചെക്കൻ, അവനെ വിളിക്കുന്ന പേരാണ് എന്താ, ബസ് ബോയ് കേട്ടോ. അല്ലാതെ ബസ്സുമായിട്ട് റിലേറ്റഡ് ഒന്നും അല്ല. ഓക്കെ, ബസ് ബോയ് മീൻസ് എന്താണ്, നമ്മുടെ ഓണറിന് ചായയൊക്കെ എന്താ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന ഒരു കുട്ടി. ഓക്കെ, അങ്ങനെ ഒരു ജോലി നമ്മുടെ ബബ്ലുവിന് കിട്ടി അല്ലെ. പഠനം ഉപേക്ഷിച്ച് അമ്മയെ സഹായിക്കുകയാണ് കേട്ടോ, നല്ല മോനാണ്. ഓക്കെ, ഹി സ്ലോലി വർക്ക്ഡ് ഹിസ് വേ അപ് ടു ബിക്കമിങ് എ വെൽഡർ. അപ്പൊ എന്താണ്, ഹി സ്ലോലി വർക്ക്ഡ് ഹിസ് വേ അപ് ടു ബിക്കമിങ് എ വെൽഡർ. അങ്ങനെ പയ്യെ ബസ് ബോയ് ആയിട്ട് നിന്ന് പയ്യെ എന്തായിട്ട് മാറി, ആ വർക്ക്ഷോപ്പിലെ ഒരു വെൽഡർ ആയിട്ട് മാറി. വെൽഡിംഗ് ഒക്കെ ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ അല്ലെ. അപ്പൊ അങ്ങനെ എന്താ, നമ്മുടെ ബബ്ലു ഒരു വെൽഡർ ആയിട്ട് പയ്യെ എന്ത് ചെയ്യാണ്, മാറുകയാണ്. ഓക്കെ, ഗ്രാജുവലി, ക്രമേണ, he took over the mortgage of the workshop. Mortgage എന്തുവാ, മോർഗേജ് എന്താ, അപ്പൊ എന്താണ്, പയ്യെ ക്രമേണ എന്താണ്, ആ ഒരു വർക്ക്ഷോപ്പിന്റെ പണയാധാരം കാണില്ലേ, പണയം വെച്ച ഒരു ആധാരം, അതെന്ത് ചെയ്യാണ്, നമ്മുടെ ബബ്ലു ഏറ്റെടുക്കുകയാണ് അല്ലെങ്കിൽ എടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാ, ആഫ്റ്റർ ദാറ്റ് ഹി റാൻ ദ ബിസിനസ് ഹിംസെൽഫ്, ഗ്രോയിങ് ഇറ്റ് സ്റ്റെഡിലി. അപ്പോ സ്വന്തമായിട്ട് ആ ഒരു വർക്ക്ഷോപ്പിന്റെ ബിസിനസ് അവൻ ഏറ്റെടുക്കുകയാണ്. ഓക്കെ, അതിന്റെ ആധാരമൊക്കെ പണയാധാരമൊക്കെ സ്വയമായിട്ട് ഏറ്റെടുത്ത് അവൻ എന്ത് ചെയ്യാണ്, ആ ബിസിനസ് എന്ത് ചെയ്യാണ്, റൺ ചെയ്യാൻ അല്ലെങ്കിൽ നോക്കി നടത്താൻ തീരുമാനിക്കുകയാണ്. ഗ്രോയിങ് ഇറ്റ് സ്റ്റെഡിലി. ക്രമേണ എന്താണ്, ആ ബിസിനസ് വളർന്നു വരുന്നുണ്ട്. ആരുടെ ലീഡർഷിപ്പിൽ, അല്ലെങ്കിൽ ആര് വഴി, നമ്മുടെ ബബ്ലു വഴി അല്ലെ. അപ്പൊ ആദ്യം ഒരു ബസ് ബോയ് ആയിട്ട് നിന്നു, പിന്നെ വെൽഡറായി, ഇപ്പൊ ആ വർക്ക്ഷോപ്പ് വരെ എന്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നെ എന്താ, ആ വർക്ക്ഷോപ്പ് ഉയർന്ന് എന്ത് ചെയ്യാ, വരികയാണ് കേട്ടോ, ഗ്രോ ചെയ്യാണ്. ഓക്കെ, ദാൻ ഇപ്പൊ മോർഗേജ് എന്ന് പറഞ്ഞാല് പണയം അല്ലെങ്കിൽ പണയാധാരം. ഓക്കെ, പുതിയൊരു വേർഡാണ്, കറക്റ്റ് പഠിക്കാട്ടോ മോർഗേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സെറ്റ്. ദാൻ ബബ്ലു ആൻഡ് ഗൗരി. മക്കളെ, അരുണാചലം മുരുകാനന്ദത്തിന്റെ റിയൽ സ്റ്റോറി ആണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇവിടെ നമ്മുടെ ബബ്ലു, അരുണാചലം മുരുകാനന്ദത്തിന്റെ പേര് ബബ്ലു എന്ന് കൊടുത്തപ്പോൾ ഭാര്യയുടെ പേര് എന്ത് കൊടുത്തു, ഭാര്യയുടെ ഗൗരി എന്ന് കൊടുത്തു. ഗൗരി അല്ല യഥാർത്ഥത്തിൽ ഭാര്യയുടെ പേര്, ശാന്തി എന്നാണ് കേട്ടോ. അരുണാചലം മുരുകാനന്ദത്തിന്റെ റിയൽ ലൈഫ് സ്റ്റോറി വരുമ്പോ എന്താണ് യഥാർത്ഥ ഭാര്യയുടെ പേര്, ശാന്തി എന്നാണ്. ഓക്കെ, നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ആ ഒരു ഫിലിം കണ്ടിട്ട് വായോ, അടിപൊളിയായിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്, ബബ്ലു ആൻഡ് ഗൗരി ഹാഡ് ആൻ അറേഞ്ച്ഡ് മാരേജ്. അപ്പൊ ബബ്ലുവും ഗൗരിയും എന്ത് ചെയ്തു, കല്യാണം കഴിച്ചു. ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ആഫ്റ്റർ മീറ്റിംഗ് ജസ്റ്റ് വൺസ് ബ്രീഫ്ലി ഇൻ ദ പ്രസൻസ് ഓഫ് ബോത്ത് ദെയർ ഫാമിലീസ്. ആകെ എന്ത് ചെയ്തു, എപ്പോഴേ കണ്ടിട്ടുള്ളൂ, ആകെ ഒരു വട്ടമേ കണ്ടിട്ടുള്ളൂ. എങ്ങനെയാ, അവരുടെ രണ്ടുപേരുടെയും ഫാമിലീസിന്റെ സാന്നിധ്യത്തിൽ ആകെ ഒരു തവണ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു, അറേഞ്ച് മാരേജും കഴിച്ചു അല്ലെ. ഓക്കെ, ആ ഒരു പണ്ടത്തെ ആ ഒരു രീതി. ഓക്കെ, ദെൻ മോർഗേജ് മറന്നുപോലെ, പണയാധാരം. ഓക്കെ, സെറ്റ്, പുതിയ വേർഡാണ്. അപ്പൊ വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ എന്താ സംഭവിച്ചത്, ബബ്ലുസ് മദർ, ബബ്ലുവിന്റെ അമ്മയും അതേപോലെ യങ്ങർ സിസ്റ്റർ. ഇപ്പൊ യങ്ങർ സിസ്റ്റർ ഉണ്ട് കേട്ടോ, ആരാ, ഷാലു. അപ്പൊ നമ്മുടെ ബബ്ലുവിന്റെ യങ്ങർ സിസ്റ്ററിന്റെ പേരാണ് എന്ത്, ഷാലു. വെർ ഡ്രിങ്കിങ് ടീ.
ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, then looking for his wife Bablu sauntered out to the back porch. അപ്പൊ ഭാര്യയെ തേടി എന്ത് ചെയ്യാണ്? സോണ്ടർ ചെയ്യുകയാണ്. സോണ്ടർ ചെയ്യാന്ന് വെച്ചാൽ മക്കളെ ഉലാത്തി നടക്കുക. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചുറ്റി തിരിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റി കറങ്ങുകയാണ്. ഓക്കെ, ഭാര്യയെ തിരക്കി. എന്നിട്ട് എങ്ങോട്ട് പോവാ? ബാക്ക് പോർച്ച്. ബാക്ക് പോർച്ച് മീൻസ് പുറകിലത്തെ വരാന്തയിലേക്ക് കേട്ടോ. അങ്ങനെ പുറകിലത്തെ വരാന്തയിലേക്ക് ഭാര്യയെ തിരക്കി പോവാണ് ആര്? നമ്മുടെ നായകനായ ബബ്ലു കേവത്ത്. ഓക്കെ, ആരുടെ റിയൽ ലൈഫ് സ്റ്റോറിയാ? അരുണാചല മുരുകാനത്ത്. അടിപൊളി. Okay, then he saw Gauri walking hurriedly towards the bathroom. അപ്പൊ എന്താണ്? He saw, അപ്പൊ കണ്ടു. ആരെ കണ്ടു? ഗൗരി, ഭാര്യയായ ഗൗരിയെ കണ്ടു. ഗൗരി നോക്കിയപ്പോ എന്താണ്? പെട്ടെന്ന് എങ്ങോട്ടേക്ക് പോവാണ്? ബാത്റൂമിലേക്ക് പോവാണെന്ന് ആര് കണ്ടു? നമ്മുടെ ആര് കണ്ടു? ബബ്ലു കേവത്ത് കണ്ടു. Holding a rag in her hand. എന്താ മക്കളെ റാഗ് എന്ന് പറഞ്ഞാൽ? രണ്ട് പേരുണ്ടോ, നമുക്ക് ഒരുമിച്ച് അങ്ങ് പഠിച്ച് സെറ്റ് ആക്കാം. Sauntered and rag. Okay, sauntered means എന്തുവാ? ചുറ്റി നടക്കുക. sauntered ചുറ്റി നടക്കുക. then rag എന്താ? കീറിയ തുണി. ഓക്കെ, ഒരു കീറിയ തുണി അല്ലെങ്കിൽ പഴകിയ തുണി കയ്യിൽ പിടിച്ചുകൊണ്ട് എന്ത് ബാത്റൂമിലേക്ക് പെട്ടെന്ന് നടന്നു പോകുന്ന ഗൗരിയാണ് ആര് കാണുന്നത്? നമ്മുടെ നായകനായിട്ടുള്ള മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ആര് കാണുന്നത്? നമ്മുടെ ബബ്ലു കേവത്ത് കാണുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഓക്കെ, ഹോൾഡിംഗ് എ റാഗ്, കയ്യിൽ എന്താ ഒരു പഴകിയ തുണി കയ്യിൽ വെച്ചിട്ടുണ്ട്. he came to know from her that women used rags instead of sanitary napkins. അപ്പോഴാണ് നമ്മുടെ ബബ്ലു കേവത്ത് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയുന്നത് വിമൻ അല്ലെങ്കിൽ സ്ത്രീകൾ അന്ന് എന്താണ് സാനിറ്ററി നാപ്കിൻസിന് പകരം, ഇന്ന് സാനിറ്ററി നാപ്കിൻസ് ആണ്. ഓക്കെ, അതിന് പകരം എന്താണ്? പഴയ അല്ലെങ്കിൽ എന്താണ് കീറിയ തുണികൾ അല്ലെങ്കിൽ പഴകിയ തുണികൾ ആണെന്ത് യൂസ് ചെയ്യുന്നത് അല്ലെ. വളരെ അൺഹൈജീനിക് ആയിട്ടുള്ള ഒരവസ്ഥയാണ് അന്നത്തെ സ്ത്രീകൾ നേരിട്ടത് എന്ന് ആര് തിരിച്ചറിയാണ്? നമ്മുടെ ബബ്ലു കേവത്ത് മനസ്സിലാക്കുകയാണ്. ഓക്കെ, ഓക്കെ, സെറ്റ്. then next part. that evening on his way back from workshop, ഇപ്പോഴും നമ്മുടെ ബബ്ലു കേവത്ത് എന്താണ് ആ വർക്ക്ഷോപ്പിന്റെ പണയാധാരമൊക്കെ എടുത്തു. ഓക്കെ, അപ്പൊ വർക്ക്ഷോപ്പ് നോക്കി നടത്തുകയാണ്. അപ്പൊ അങ്ങനെ തിരിച്ചു വർക്ക്ഷോപ്പിൽ നിന്ന് വൈകുന്നേരം തിരിച്ചു വരുന്ന വഴിക്ക് ബബ്ലു ഡിസൈഡഡ് ടു സർപ്രൈസ് ഗൗരി വിത്ത് എ ഗിഫ്റ്റ്. തന്റെ ഭാര്യയായ ഗൗരിയെ സർപ്രൈസ് ചെയ്യാൻ, വൈഫായ ഗൗരിയെ സർപ്രൈസ് ചെയ്യാൻ ഒരു ഗിഫ്റ്റ് സെറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു? തീരുമാനിച്ചു. he went to a small store, അടുത്തുള്ള ഒരു ചെറിയ കടയിലേക്ക് എന്ത് ചെയ്തു? പോയി. the storekeeper quickly wrapped the napkin pack in an old newspaper. അപ്പൊ എന്താണ്? സാനിറ്ററി നാപ്കിൻ ഉണ്ട് അവിടെ. അപ്പൊ എന്താണ്? ഒരു സാനിറ്ററി നാപ്കിൻ എന്ത് ചെയ്തു? കടയിൽ നിന്ന് മേടിച്ചു. അപ്പൊ എന്താണ്? സ്റ്റോർ കീപ്പർ എന്ത് ചെയ്തു? പെട്ടെന്ന് അതൊരു പേപ്പറിൽ പൊതിച്ച് ആർക്ക് കൊടുത്തു? നമ്മുടെ ബബ്ലുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ടോ ന്യൂസ് പേപ്പറിൽ കേട്ടോ. ബബ്ലു was startled at the exorbitant price. പക്ഷേ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? വില എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട് എന്ത് ചെയ്തു? ഞെട്ടിപ്പോയി. സ്റ്റാർട്ടിൽഡ് ആയി, സർപ്രൈസ്ഡ് അല്ലെങ്കിൽ ഞെട്ടിപ്പോയി, ഷോക്ക്ഡ് ആയി. എന്താ ഞെട്ടിയത്? കാരണം എന്താണ്? അതിന്റെ എക്സോബിറ്റൻ പ്രൈസ് കേട്ടിട്ട്. എക്സോബിറ്റൻ എന്ന് പറഞ്ഞാൽ മക്കളെ അമിതമായ ഒരു വില. സാനിറ്ററി നാപ്കിന്റെ ആ ഒരു അമിതമായ വില കേട്ടിട്ട് നമ്മുടെ ബബ്ലു എന്ത് ചെയ്യാണ്? സ്റ്റാർട്ടിൽഡ് ആവുകയാണ് അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആവുകയാണ്. ഓക്കെ, then but dutifully paid him 40 rupees. അപ്പൊ എത്രയായിരുന്നു അതിന്റെ വില? 40 രൂപയായിരുന്നു. ഓക്കെ, പക്ഷെ എന്തത് നമ്മുടെ ബബ്ലു കൊടുക്കുകയാണ് അല്ലെ, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ടത് കൊടുത്തു. then he unwrapped the packet ഇങ്ങനെ എന്ത് ചെയ്തു? അൺറാപ്പ്, പൊതി അഴിച്ചിങ്ങനെ നോക്കുകയാണ്. ഓക്കെ, and examined the pad ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. ഒരു പാഡ്, ആ സാനിറ്ററി നാപ്കിന്റെ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് ആ പാഡ് എന്ത് ചെയ്യാണ്? അദ്ദേഹം ഒന്ന് പരിശോധിക്കുകയാണ് അല്ലെങ്കിൽ നോക്കുകയാണ് കേട്ടോ. it seemed to be just plain cotton. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ്. പാഡ് നോക്കിയപ്പോൾ വളരെ പ്ലെയിൻ ആയിട്ടൊരു കോട്ടൺ ആണ്. പിന്നെയോ wrapped in a gauze sheet. അതിനെന്ത് ചെയ്യുന്നു? പൊതിഞ്ഞിട്ടുണ്ട്. എന്തുപയോഗിച്ച? ഒരു ഗോസ് ഷീറ്റ് ഉപയോഗിച്ചു. മക്കളെ ഒരു ഗോസ് ഷീറ്റ് എന്ന് പറഞ്ഞാല് നേരിയ തുണി കേട്ടോ, വളരെ തിന്നായിട്ടുള്ള ഒരു ക്ലോത്ത്. ഓക്കെ, അത് ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തിട്ടുണ്ട് ഒരു കോട്ടനെ. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. ഓക്കെ, എന്ന് ആർക്ക് മനസ്സിലാവുകയാണ്? നമ്മുടെ ബബ്ലുവിന് മനസ്സിലാവുകയാണ്. സെറ്റാ. ഓക്കെ, then he placed it on his palm. ഇങ്ങനെ എന്ത് ചെയ്തു? പാമിൽ ഇങ്ങനെ വെക്കുകയാണ്. ഏതാ? ആ ഒരു സാനിറ്ററി നാപ്കിൻ, ആ ഒരു പാഡ് ഇങ്ങനെ എന്താണ്? പാമിൽ വെക്കുകയാണ്. trying to calculate the approximate weight of the pad. എന്താണ്? ഇങ്ങനെ പാമിൽ വെച്ചിട്ട് അതിന്റെ ഏകദേശം ഒരു വെയിറ്റ് എത്രയാണെന്ന് ഇങ്ങനെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാണ്, നോക്കുകയാണ്. എന്തിനായിരിക്കും നോക്കുന്നത്? നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ സെക്കൻഡ് വെയിറ്റ് കിട്ടി. എത്രയാ? 10 grams. ഏകദേശം എത്ര വരും? ഒരു 10 grams വരും എന്ന് എന്ത് ചെയ്തു? നമ്മുടെ ബബ്ലു മനസ്സിലാക്കി. he said to himself. അവനോട് തന്നെ പറഞ്ഞു അല്ലെ. ഓക്കെ, അവനോട് തന്നെ പറഞ്ഞു ഏകദേശം ഒരു 10 ഗ്രാമോളം വരും അല്ലെ, ഇങ്ങനെ വെച്ചിട്ട് പറയാണ്. ഓക്കെ, then
എക്സോർബിറ്റന്റും ഗോസും മക്കളെ പുതിയ വേർഡ്സ് ആണ് കേട്ടോ, നന്നായിട്ട് മനസ്സിലാക്കണം. എക്സോർബിറ്റന്റ് മീൻസ് നല്ല ഓവർ പ്രൈസ്ഡ്. ഓക്കെ, അമിതമായിട്ടുള്ള. ഓക്കെ, അമിതമായ എന്നതിന്റെ മീനിങ് ആണ് എന്താ? എക്സോർബിറ്റന്റ് മീനിങ് ആണ് എന്ത്? അമിതമായ. ദെൻ ഗോസ് മീൻസ് എന്താണ്? നേരിയ തുണി, എ തിൻ ക്ലോത്ത്. ഓക്കെ, അവര് സാനിറ്ററി നാപ്കിൻ മേടിച്ച് അല്ലെങ്കിൽ വാങ്ങിച്ച് അതെന്താണ് ഉപയോഗിക്കുകയാണ്. ആര് ഉപയോഗിക്കല്ല, അത് എന്താണ് പരിശോധിക്കുകയാണ്. ആര്? നമ്മുടെ ബബ്ലു കേവത്ത്. ഓക്കെ, അപ്പൊ ബാക്കി ഹാവിംഗ് സീൻ ഹിസ് ഫാദർ വർക്കിംഗ് വിത്ത് കോട്ടൺ യാൺ. അപ്പൊ എന്താണ്? കോട്ടൺ യാണിൽ അല്ലെങ്കിൽ എന്താണ് പഞ്ഞിത്തുണി അല്ലെങ്കിൽ സോറി പഞ്ഞിനൂല്. ഓക്കെ, പഞ്ഞിത്തുണിയല്ല പഞ്ഞിനൂല്. പഞ്ഞിനൂലിലൊക്കെ എന്ത് വർക്ക് ചെയ്യുന്നത്? ആര് വർക്ക് ചെയ്യുന്നത്? പഞ്ഞിനൂലൊക്കെ വെച്ച് ആര് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ബബ്ലുവിന്റെ ഫാദർ. ഹാവിംഗ് സീൻ ഹിസ് ഫാദർ വർക്കിംഗ് വിത്ത് ദ കോട്ടൺ യാൺ. അപ്പൊ എന്താണ്? പഞ്ഞിനൂലൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ആര് കണ്ടിട്ടുണ്ട്? ബബ്ലു കണ്ടിട്ടുണ്ട്. ആരെ? ബബ്ലുവിന്റെ ഫാദർ ഇങ്ങനെ പഞ്ഞിനൂലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ബബ്ലു കണ്ടിട്ടുണ്ട്. He knew that 10 grams of cotton would barely cost 10 paise. അപ്പം അവൻ അറിയാം. അപ്പൊ അങ്ങനെയൊക്കെ അച്ഛൻ ഇങ്ങനെ പഞ്ഞിനൂലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്തത് കൊണ്ട് നമ്മുടെ ബബ്ലുവിന് അറിയാം കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവൻ അറിയാം ഏകദേശം എന്താണ് ഒരു 10 ഗ്രാം കോട്ടൺ എടുക്കുകയാണെങ്കിലും ഏകദേശം അതിന് എത്ര വരൂ? ബെയർലി കഷ്ടിച്ചെത്ര ഒരു 10 പൈസയൊക്കെ എന്ത് വില വരുള്ളൂ അല്ലെ? അപ്പൊ നമ്മുടെ സാനിറ്ററി നാപ്കിൻ നല്ല വില കൂടുതലല്ലേ അല്ലേ? ഓക്കെ, ബട്ട് ഹിയർ he was paying 4 rupees for each of these pads. പക്ഷേ ഇവിടെ എന്താണ്? 10 പൈസയ്ക്ക് പകരം ഓരോ പാഡിനും അദ്ദേഹം 4 രൂപ വെച്ച് എന്ത് ചെയ്യേണ്ടി വന്നു? കൊടുക്കേണ്ടി വന്നു. He put the pad back in the packet. വീണ്ടും എന്ത് ചെയ്തു? ഓക്കെ, അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ട് പാഡ് എന്ത് ചെയ്തു? എടുത്തു, പാക്കറ്റിൽ ഇട്ടു കേട്ടോ. ഓക്കെ, then back home Bablu secretly handed over the packet to Gauri. അപ്പൊ എന്താണ്? തിരിച്ച് വീട്ടിലേക്ക് എത്തി ബാബു എന്ത് ചെയ്തിട്ട് വളരെ രഹസ്യമായിട്ട് എന്ത് ചെയ്തു? ആ പാക്കറ്റ് തന്റെ ഭാര്യ ആയിട്ടുള്ള ഗൗരിയുടെ കയ്യിലേക്ക് എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ്. ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്. പക്ഷെ വളരെയധികം എന്താണ് സർപ്രൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് നല്ല രീതിയിൽ സന്തോഷത്തോടെ അവർ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് ആരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്? വാങ്ങിച്ച ഗൗരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഒരുപക്ഷെ ബബ്ലുവിന്റെ മനസ്സിൽ എന്ത് തന്നെ ആയിരിക്കാം? ഗൗരി വളരെയധികം എന്ത് ചെയ്യും? സന്തോഷിക്കും എന്ന് തന്നെ ആയിരിക്കാം അല്ലെ? അത്രയധികം അദ്ദേഹം പൈസ 40 രൂപയ്ക്ക് കൊടുത്തിട്ട് വാങ്ങിക്കുകയാണ്. ഓക്കെ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുക തന്നെയാണല്ലേ? ഓക്കെ, അപ്പൊ അത് കൊടുത്ത് എന്ത് ചെയ്യാണ്? വാങ്ങിക്കൊണ്ട് വരുമ്പോ ഗൗരിക്ക് എന്തല്ല സന്തോഷമൊന്നും ആവുന്നില്ല. ഷി വാസ് നോട്ട് പ്ലീസ്ഡ്. ഗൗരി എന്ത് ചെയ്യുന്നില്ല? സന്തോഷപ്പെടുന്നില്ല. എന്തായിരിക്കും കാരണം? If Shalu and I start buying these packets every month. ഞാനും ഷാലു ആരാ? നമ്മുടെ ബബ്ലുവിന്റെ സിസ്റ്റർ. ഓക്കെ, എല്ലാ മാസവും ഇതേപോലുള്ള പാക്കറ്റ്സ് സാനിറ്ററി നാപ്കിൻസ് വാങ്ങിച്ചാൽ then let alone curd and ghee we will not even have money to buy milk. തൈരും നെയ്യും ഒക്കെ പോട്ടെ, കേർഡ് ആൻഡ് ഗീ ഒക്കെ പോട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പാല് വാങ്ങാൻ പോലും ആവശ്യത്തിന് പണം ഉണ്ടാകില്ല. നമ്മളിങ്ങനെ മാസം തോറും ഇങ്ങനെ എന്താണ് സാനിറ്ററി നാപ്കിൻസ് വാങ്ങിയാൽ. കാരണം അത്രയും എന്താണ് ഒരു പ്രൈസ് കൂടുതലാണല്ലേ? ആ ഒരു അവരുടെ ഒരു റൂറൽ ഏരിയ ആണ്. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കും, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതെന്ന് പറഞ്ഞ എന്താണ് നല്ലൊരു പ്രൈസ് ഉള്ള ഒരു സാധനമാണ് എന്ത്? സാനിറ്ററി നാപ്കിൻ എന്ന് പറയുന്നത്. ദെൻ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ബബ്ലു ലുക്ക്ഡ് അറ്റ് ഹർ ഡിജക്റ്റഡ്ലി. ബബ്ലു എന്ത് ചെയ്യാണ്? വളരെ ഡിജക്റ്റഡ് ആയിട്ട് തന്റെ ഭാര്യയായ ഗൗരിയെ നോക്കുകയാണ്. ഡിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ മക്കളെ നിരാശനായിട്ട് കേട്ടോ. ഡിജക്റ്റഡ്ലി എന്താ? നിരാശനായിട്ട്. ഓക്കെ, ഒരുപാട് പുതിയ വേർഡ്സ് പഠിച്ചിട്ടുണ്ട്, എല്ലാം മൈൻഡിൽ വേണം കേട്ടോ. ഓക്കെ, സെറ്റ്. ബട്ട് ഹി ദെൻ ഡിറ്റർമിൻഡ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രോജക്ട്. പക്ഷേ നമ്മുടെ ബബ്ലു കേവത്ത് അവിടെ കൊണ്ട് എന്ത് ചെയ്തില്ല? സ്റ്റോപ്പ് ചെയ്തില്ല. അവൻ എന്ത് ചെയ്തു? പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് ചെയ്തു? തീരുമാനിച്ചു. ഒരു പുതിയ പദ്ധതി സ്റ്റാർട്ട് ചെയ്യാൻ ആര് തീരുമാനിക്കുകയാണ്? നമ്മുടെ ബബ്ലു കേവത്ത് തീരുമാനിക്കുകയാണ്. ഓക്കെ, സ്റ്റോറി ഇതുവരെ സെറ്റ് ആയില്ലേ? ഓക്കെ, ദെൻ അടുത്തതിലേക്ക് പോവാം. ഡിജക്റ്റഡ്ലി മറക്കല്ലേ. Then he pulled out a pair of scissors. ഒരു pair scissors ഒക്കെ എടുത്തു കേട്ടോ, കത്രിക. Then a needle, ഒരു സൂചി, and some thread, കുറച്ച് നൂല്, cotton, പഞ്ഞി, and cloth from his bag, കുറച്ച് തുണി. ഇതൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്ന് എന്ത് ചെയ്തു? എടുത്തു. Then he began flattening the cotton between the hands as if he was spreading out dough to make a chapati. നമ്മൾ ചപ്പാത്തി ഇങ്ങനെ പരത്തൂലേ? മാവ് പരത്തുന്ന പോലെ, അല്ല ചപ്പാത്തി മാവ് ഇങ്ങനെ പരത്തില്ലേ? ഓക്കെ, ചപ്പാത്തി മാവ് ഇങ്ങനെ പരത്തില്ലേ? ചപ്പാത്തി മാവ് പരത്തുന്ന പോലെ നമ്മുടെ എന്താണ്? നമ്മുടെ ബബ്ലു കോട്ടൺ ഇങ്ങനെ എന്ത് ചെയ്യാണ്? കോട്ടൺ ഇങ്ങനെ രണ്ട് കൈകളുടെ ഇടയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഫ്ലാറ്റൻ ചെയ്യാണ്, ഇങ്ങനെ പരത്തുകയാണ്. ഓക്കെ, നമ്മുടെ ചപ്പാത്തിക്ക് മാവ് ഇങ്ങനെ പരത്തുന്ന പോലെ ഇങ്ങനെ എന്ത് ചെയ്യാണ്? കൈകൾക്കിടയിലാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ പരത്തുകയാണ്, സ്പ്രെഡ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, എന്നിട്ടോ within 24 hours of first touching a sanitary napkin,
അപ്പൊ 24 മണിക്കൂറോളം അല്ലെങ്കിൽ ആ ഒരു നാപ്കിൻ എന്താണ് ഇങ്ങനെ ടച്ച് ചെയ്യാണ്. ബബ്ലു ഹാഡ് മാനേജ്ഡ് ടു മേക്ക് ഹിസ് ഓൺ. അപ്പൊ എന്താണ്, അപ്പൊ ഇങ്ങനെ എന്താണ് ഒരുപാട് നേരം അല്ലെ, ഒരുപാട് അവേഴ്സോളം എന്ത് ചെയ്യും, ആരും സാനിറ്ററി നാപ്കിൻ എന്ത് ചെയ്യുന്നു, ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബബ്ലു ഹാഡ് മാനേജ്ഡ് ടു മേക്ക് ഹിസ് ഓൺ. ബബ്ലു എന്ത് ചെയ്യാണ്, സ്വയം അല്ലെങ്കിൽ എന്താണ് സ്വന്തമായിട്ട് ഒരു സാനിറ്ററി നാപ്കിൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, then but he was not able to make a useful one as he could not make out the material used by the brands. പക്ഷേ ബബ്ലു എന്ത് ചെയ്യാം, ബബ്ലുവിന് എന്ത് കഴിഞ്ഞില്ല, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സാനിറ്ററി നാപ്കിൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്, വലിയ ബ്രാൻഡുകളൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഒന്നും ആർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ആർക്ക് അറിയില്ലായിരുന്നു ഈ വലിയ ബ്രാൻഡുകളൊക്കെ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ സാനിറ്ററി നാപ്കിൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ആർക്കറിയില്ലായിരുന്നു, നമ്മുടെ ബബ്ലുവിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ യൂസ്ഫുൾ ആയ ഒരു സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കാനൊന്നും എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല. എങ്കിലും ടെസ്റ്റ് ഉണ്ട്, വരും. ഓക്കെ, months passed and Bablu procured different qualities of cotton and other materials to make pads. അപ്പോൾ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു. ബബ്ലു പ്രൊക്യൂർ ചെയ്യാണ്. പ്രൊക്യൂർമെന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പ്രൊക്യൂർ ചെയ്യുന്ന മീൻസ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ സംഭരിക്കുക, അല്ലെങ്കിൽ ശേഖരിക്കുകയാണ്. ഓക്കെ, ഒരുപാട് വാക്കുകളുണ്ട് പ്രൊക്യൂർ. ഓക്കെ, അപ്പൊ പ്രൊക്യൂർ ചെയ്യാണ് എന്താണ്, ഡിഫറെന്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ, അല്ല വ്യത്യസ്ത ക്വാളിറ്റിയിലുള്ള കോട്ടൺസ് എന്ത് ചെയ്യാണ്, പഞ്ഞി എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്യാണ്. മാത്രമല്ല ഒരുപാട് വേറെ മെറ്റീരിയൽസും എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇതേപോലെ പാഡ് ഉണ്ടാക്കാൻ വേണ്ടി, സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരുപാട് മെറ്റീരിയൽസ്, ഡിഫറെന്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ ആൻഡ് അതർ മെറ്റീരിയൽസ് ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. ദെൻ പ്രൊക്യൂർഡ്, സംഭരിച്ചു. ക്ലിയർ? ഓക്കെ, he continued his experience knowing that most women used unclean rags. അപ്പൊ എന്താണ്, വീണ്ടും അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ എന്ത് ചെയ്തു, തുടങ്ങിക്കൊണ്ടേയിരുന്നു. ഓക്കെ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു, നിർത്തിയില്ല, സ്റ്റോപ്പ് ചെയ്തില്ല. knowing that most women used unclean rags. അറിയാം അദ്ദേഹത്തിന് എന്താണ്, കൂടുതൽ അല്ലെങ്കിൽ ഭൂരിഭാഗം സ്ത്രീകളും എന്താണ്, അൺക്ലീൻ ആയിട്ടുള്ള വൃത്തിയില്ലാത്ത പഴകിയ തുണികളാണ് എന്ത്, സാനിറ്ററി നാപ്കിൻസിന് പകരം എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എന്ന് ആർക്ക് അറിയാമായിരുന്നു, നമ്മുടെ ബബ്ലു കേവത്തിന് അറിയാമായിരുന്നു. as they could not afford them. കാരണം അവർ അങ്ങനെ ഉപയോഗിക്കുന്നതിന് കാരണമുണ്ട്. 40 രൂപയ്ക്ക് കൊടുത്ത് മാസം തോറും ഈ സാനിറ്ററി നാപ്കിൻസ് വാങ്ങാനുള്ള ഒരു ശേഷി, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യില്ല, അഫോർഡ് ചെയ്യില്ല. അവർക്ക് അത്രയും പൈസ എന്ത് ചെയ്യില്ല, അഫോർഡ് ചെയ്യില്ല, മീൻസ് താങ്ങില്ല അല്ലെ, അത്രയും വലിയൊരു പ്രൈസ് ആണ്. മാസം തോറും നമ്മുടെ ഗൗരി പറയുന്നത് പോലെ, നമ്മുടെ ബബ്ലുവിന്റെ ഭാര്യ ഗൗരി പറയുന്നത് പോലെ എന്താണ്, പാല് പോലും പിന്നെ എന്താണ് വാങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ വരും, ഇതിങ്ങനെ മാസം തോറും പൈസ കൊടുത്ത് വാങ്ങിയാൽ. ഓക്കെ, ആ ഒരു അവസ്ഥയിലാണ് എന്താ ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നത്, അവരെന്ത് ചെയ്യുന്നത്, അൺക്ലീൻ ആയിട്ടുള്ള റാഗ്സ് എന്തിനു പകരം ഉപയോഗിക്കുന്നു, സാനിറ്ററി നാപ്കിൻസിന് പകരം ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ആർക്കറിയാം, നമ്മുടെ ബബ്ലുവിന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ പരീക്ഷണങ്ങൾ, സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കാനുള്ള ആ ഒരു പരീക്ഷണങ്ങൾ വീണ്ടും എന്ത് ചെയ്തു, തുടങ്ങിക്കൊണ്ടേയിരുന്നു. ഓക്കെ, അല്ലെന്തില്ല, സ്റ്റോപ്പ് ചെയ്തില്ല. Then he also knew that this made them prone to disease. അതേപോലെ തന്നെ ഇതേപോലെ അൺക്ലീൻ ആയിട്ടുള്ള വൃത്തിയില്ലാത്ത കീറിയ തുണികളൊക്കെയാണ്, പഴകിയ തുണികളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവരെ അത് പെട്ടെന്ന് എന്ത് ചെയ്യും, രോഗത്തിന് ഇരയാക്കും. prone to disease എന്നുവെച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരുപാട് രോഗങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർക്ക് ഉണ്ടാവും എന്ന് ആർക്കറിയാം, നമ്മുടെ ബബ്ലുവിന് അറിയാം. Then no one else appeared to be bothered by this. പക്ഷെ ആർക്കും എന്താണ് ഇതിനെ കുറിച്ചൊന്നും ഓർത്ത് വലിയ വേവലാതിയോ അങ്ങനെ ടെൻഷനോ ഒന്നും ഇല്ല. He looked at the little girls running around the neighborhood. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു, നൈബർഹുഡില, അയൽപക്കത്ത് എന്താണ് കുറെ പെൺകുട്ടികൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ അവരെ നോക്കിയപ്പോ they couldn't even buy a good pair of slippers. നല്ല ഒരു ജോഡി ചെരുപ്പ് വാങ്ങി ഇടാൻ പോലും എന്ത് ചെയ്യുന്നില്ല, അവർക്ക് കഴിയുന്നില്ല അല്ലെ. അങ്ങനെയുള്ള ഒരുപാട് പെൺകുട്ടികളെ അവരെന്ത് ചെയ്യാണ്, അവരല്ല, നമ്മുടെ ബബ്ലു എന്ത് ചെയ്യാണ്, കാണുകയാണ്. ഓക്കെ, how could they ever afford to buy sanitary pads month after month? അപ്പോൾ നല്ല ഒരു ജോഡി ചെരുപ്പ് പോലും അവർക്ക് വാങ്ങി ഇടാൻ കഴിയുന്നില്ല. അവരെങ്ങനെയാണ് മാസം തോറും ഇതേപോലുള്ള സാനിറ്ററി നാപ്കിൻസ് അല്ലെങ്കിൽ സാനിറ്ററി പാഡ് വാങ്ങി ഉപയോഗിക്കുന്നത് എന്നാര് ചിന്തിക്കുക, നമ്മുടെ ബബ്ലു കേവത്ത് ചിന്തിക്കുകയാണ്. ഓക്കെ, സ്റ്റോറി പ്രോഗ്രസിംഗ്. ഓക്കെ, അഫോർഡ് മീൻസ് താങ്ങുക, അല്ലെങ്കിൽ എന്താണ് അവർക്ക് അത്രയും വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. ഓക്കെ, അഫോർഡ് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, then however his experiments and his obsession, അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പെരിമെന്റ്, പരീക്ഷണങ്ങൾ, എന്തിനു വേണ്ടിയിട്ടുള്ള, സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പരീക്ഷണങ്ങളും അതേപോലെ
ഒബ്സഷൻ മക്കളെ എന്ന് വെച്ചാൽ അടങ്ങാത്തൊരു ആവേശം. കാരണം അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, എന്തായാലും ഒരു സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കിയേ മതിയാവൂ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഒബ്സഷനും caused some unrest even in the family. കുറച്ച് അൺറെസ്റ്റ് ക്രിയേറ്റ് ചെയ്തു മക്കളെ. അൺറെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ മീൻസ് എന്താണ്, അസ്വസ്ഥത ഉണ്ടാക്കി. എവിടെ, വേറെ എവിടെയല്ല, ഈവൻ ഇൻ ദ ഫാമിലി, കുടുംബത്തിൽ പോലും എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പോലും അതെന്ത് ചെയ്തു, അസ്വസ്ഥത ഉണ്ടാക്കി അല്ലേ. ഓക്കെ, his mother beseeched him to stop experiment, saying that whole family would be disgraced by his sordid interest in women's menstrual cycles. എന്നുവെച്ചാൽ എന്താ, അവന്റെ അമ്മ അവനോട് ബെസീഷ് ചെയ്തു. ബെസീഷ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, കേൺ അപേക്ഷിച്ചു അല്ലെങ്കിൽ അപേക്ഷിച്ചു. എന്താണ്, നീ ടു സ്റ്റോപ്പ് ദ എക്സ്പെരിമെന്റ്സ്, നീ പരീക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. ദാറ്റ് ദ ഹോൾ ഫാമിലി, ഈ ഒരു മുഴുവൻ കുടുംബവും എന്താണ്, നിന്റെ ഈ ഒരു സോർഡിഡ് ഇൻട്രസ്റ്റ് കാരണം. സോർഡിഡ് മീൻസ് വൃത്തികെട്ട ഒരു താല്പര്യം അല്ലെ. എവിടെ വൃത്തികെട്ട താല്പര്യം, ഈ വിമൻ അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വൃത്തികെട്ട താല്പര്യമായിട്ടാണ് അവർ കാണുന്നത് അല്ലെ. അങ്ങനെയൊന്നും അല്ല അത്. ഓക്കെ, അപ്പൊ എന്താണ്, ഈ ഒരു വൃത്തികെട്ട താല്പര്യം നീ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഈ പരീക്ഷണങ്ങളൊക്കെ നീ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം എന്ന് ആരപേക്ഷിക്കുകയാണ്, നമ്മുടെ മദർ ബിസീജ് ആണ് കേട്ടോ. ഓക്കെ, ബിസീജ്ഡ്. ഓക്കെ, അപ്പൊ അത്രയും പ്രധാനപ്പെട്ട വേർഡ്സ് ബിസീജ്ഡ്, അതേപോലെ സോർഡിഡ്, ഒബ്സഷൻ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഒരുപാട് ന്യൂ വേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, അപ്പൊ നീ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് സ്വന്തം അമ്മ വരെ എന്ത് ചെയ്യാണ്, നമ്മുടെ ബബ്ലുവിനോട് പറയാണ്. ബബ്ലു സ്റ്റോപ്പ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ ന്യൂസ് വാസ് ഗ്രാജുവലി സ്പ്രെഡിങ് ഇൻ ദ വില്ലേജ്. അപ്പം ക്രമേണ ആ ഒരു വാർത്ത ആ ഒരു എന്താണ് വില്ലേജ് മുഴുവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, വ്യാപിക്കാൻ തുടങ്ങി. ആൻഡ് ദ വില്ലേജേഴ്സ് entangled the whole family in a mesh of coarse whispers and rude glances. അപ്പൊ എന്താണ്, എന്തെങ്കിലും വാർത്ത കിട്ടാൻ കാത്തിരിക്കുന്ന ഒരുപാട് വില്ലേജേഴ്സ് അല്ലെ, ആ ഒരു ഗ്രാമവാസികൾ, അവരെ എന്ത് ചെയ്യാണ്, ആ ഒരു ഹോൾ ഫാമിലിയെ, ആ ഒരു മുഴുവൻ കുടുംബത്തെയും കോഴ്സ് വിസ്പേഴ്സ്. കോഴ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്, മോശമായിട്ടുള്ള ഒരുപാട് ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞിടോ അവൻ. അപ്പൊ അവർ ആ ഫാമിലിയൊക്കെ കാണുമ്പോൾ, ബബ്ലുവിന്റെ ഫാമിലിയൊക്കെ കാണുമ്പോൾ മോശമായ രീതിയിൽ ഇങ്ങനെ ഓരോന്ന് പിറുപിറുത്തൊക്കെ പറയാണ് കേട്ടോ. പുറത്ത് തുറന്ന് പറയുന്നില്ലെങ്കിലും എന്താണ്, അടക്കി പറയാണ്. എന്താണ്, വളരെ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ആൻഡ് റൂഡ് ഗ്ലാൻസസ്, വളരെ പരുഷമായിട്ട് വളരെ മോശമായിട്ട് എന്ത് ചെയ്യാണ്, അവരെ നോക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇതൊന്നും ആർക്ക് സഹിക്കില്ല, ബബ്ലുവിന്റെ മദർ അല്ലെങ്കിൽ ബബ്ലുവിന്റെ വൈഫിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അല്ലെ. കാരണം എന്താ, നമ്മുടെ ബബ്ലു വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സൊസൈറ്റി അങ്ങനെ അതിനെ മോശപ്പെട്ട രീതിയിൽ കാണുന്നു. നമ്മൾ കാണുന്നതിന്റെ പ്രശ്നമാണ് എന്നത് പറയുന്നത് പോലെയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ കറക്റ്റ് ആ ഒരു വ്യൂവിൽ അവരെന്ത് ചെയ്യുന്നില്ല, ഇതിനെ കാണുന്നില്ല. അവരെന്ത് ചെയ്യാണ്, മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ പീരീഡ്സ് അല്ലെങ്കിൽ എന്താണ്, ഇതൊക്കെ കേട്ടാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മോശമായിട്ടുള്ള രീതിയാണ്. പക്ഷെ അതൊന്നും അല്ല, കറക്റ്റ് ആയിട്ടൊരു എന്താണ് ഹൈജീൻ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾസിന് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ആരുണ്ട്, നമ്മുടെ ബബ്ലുവിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, കൂടുതലായിട്ട് അല്ലെങ്കിൽ വളരെ ലോ കോസ്റ്റ്ലി ആയിട്ട് ഒരു സാനിറ്ററി നാപ്കിൻ ആ ഒരു റൂറൽ ഏരിയാസിലുള്ള വിമൻ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ആർക്കുണ്ട്, നമ്മുടെ ബബ്ലുവിനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ എക്സ്പെരിമെന്റ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നത്. ദെൻ അപ്പൊ അങ്ങനെ ഒരുപാട് എന്താണ് വില്ലേജേഴ്സ് ഒക്കെ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളും വളരെ മോശമായിട്ടുള്ള രീതിയിൽ നോക്കുകയും വളരെ പരുഷമായിട്ടുള്ള രീതിയിൽ നോക്കുകയൊക്കെ എന്ത് ചെയ്തു. എന്നിട്ടോ ഓക്കെ, ഒബ്സഷൻ, അൺറെസ്റ്റ്, ബെസീജ്ഡ്, സോർഡിഡ്, കോഴ്സ്, ഇത്രയും വേർഡ്സ് കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഒബ്സഷൻ, അൺറെസ്റ്റ്, ബെസീജ്ഡ്, സോർഡിഡ് ആൻഡ് കോഴ്സ്. ഓക്കെ, അഭിനിവേശം, അതേപോലെ അടങ്ങാത്ത ആവേശം. ഓക്കെ, അൺറെസ്റ്റ് അസ്വസ്ഥത, അപേക്ഷിച്ചു, സോർഡിഡ് വൃത്തികെട്ട, അതേപോലെ കോഴ്സ് എന്താണ് മോശമായ. ഓക്കെ, സെറ്റ്. അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ലാസ്റ്റ് പാർട്ട് ഓഫ് ദി നമ്മുടെ ആ ഒരു ചാപ്റ്ററിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുകയാണ് കേട്ടോ. ബബ്ലു വാസ് ഗ്ലൂമി ഫോർ വൈൽ അറ്റ് ദ തോട്ട് ഓഫ് സ്റ്റോപ്പിംഗ് ഹിസ് എക്സ്പെരിമെന്റ്സ്. അപ്പൊ എന്താണ്, ആ തന്റെ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഭയങ്കര ഒരു സാഡ്നെസ് അല്ലെങ്കിൽ എന്താണ് ഒരു വിഷമം അല്ലെ. കാരണം ഇത്രയും ഒരു നല്ല കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായുള്ള ഒരു ബോധമുണ്ട്. പക്ഷെ എങ്കിലും എന്താണ്, ഈ വില്ലേജേഴ്സ് തന്റെ ഫാമിലി ഉൾപ്പെടെ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയാണ്. ഓക്കെ, but he devised an idea to conduct experiments on himself rather than others. Okay, നേരത്തെ സാറ് പറഞ്ഞായിരുന്നു അല്ലെ, സ്വയമായിട്ട് ഉപയോഗിക്കുന്നങ്ങാണ്ട്. പക്ഷെ ഇവിടെ അദ്ദേഹം അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആവിഷ്കരിക്കുന്നത് ആ ഒരു പ്ലാൻ. അപ്പോ ഒരു സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കി സ്വയം അദ്ദേഹത്തിൽ തന്നെ പരീക്ഷിക്കാൻ ആര് തീരുമാനിക്കുകയാണ്, ബബ്ലു തീരുമാനിക്കുകയാണ് അല്ലെ. വേറെ ആരിലും പരീക്ഷിക്കണ്ട, ഞാൻ എന്നിൽ തന്നെ സ്വയം പരീക്ഷിക്കാം എന്ന് ബബ്ലു ഡിസൈഡ് ചെയ്യാണ്, തീരുമാനിക്കുകയാണ്.
ഓക്കെ, അതിനായിട്ട് അദ്ദേഹം ഒരു ഐഡിയ ഡിവൈസ് ചെയ്തു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്രണ്ട്, ഒരു ഫ്രണ്ടിന്റെ സഹായത്തോടു കൂടി ഹി കളക്ടഡ് സം ബ്ലഡ്, കുറച്ച് രക്തം അല്ലെ, കുറച്ച് ബ്ലഡ് എന്ത് ചെയ്തു, കളക്ട് ചെയ്തു. യൂസിങ് എ റബ്ബർ ട്യൂബ് ഹീസ് എക്സ്പെരിമെന്റഡ് വിത്ത് ദ നാപ്കിൻസ് ഹിംസെൽഫ്. ഒരു റബ്ബർ ട്യൂബിന്റെ സഹായത്തോടു കൂടി അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൽ തന്നെ ആ ഒരു സാനിറ്ററി നാപ്കിൻ എക്സ്പെരിമെന്റ് എന്ത് ചെയ്തു, പരീക്ഷിച്ചു. എന്നിട്ടോ one day, ഒരു ദിവസം അല്ലെ, one day ലത his neighbor Parul's daughter happened to see this. അപ്പൊ ലത എന്ന് പറയുന്ന ഒരു കുട്ടി, നമ്മുടെ അദ്ദേഹത്തിന്റെ നെയ്ബർ ആയിട്ടുള്ള പാറുളുടെ മകളാണ് ആര്, ലത എന്ത് ചെയ്യാണ്, happen to see this, ഇത് കാണാൻ ഇടയായി. അപ്പോഴോ എന്ത് പറ്റും എന്ന് നോക്കാം. The next day all kind of rumors മീൻസ് കിംവദന്തികൾ അല്ലെ, തെറ്റായ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുക അല്ലെ, റൂമർ. അതേപോലെ ഒരുപാട് റൂമറുകൾ ആ ഒരു സ്മോൾ ടൗണിൽ എന്ത് ചെയ്തു, സ്പ്രെഡ് ആയി, പരന്നു, വ്യാപിച്ചു. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി കണ്ടു. Bablu's wife left him. Unable to bear the humiliation. ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ മക്കളെ, ആ ഒരു ഹ്യൂമിലിയേഷൻ വെച്ചാൽ അപമാനം, അല്ലെങ്കിൽ ഒരുപാട് അപമാനം അല്ലെ. ഈ ഒരു പെൺകുട്ടി അറിഞ്ഞാൽ ആ നാട് മുഴുവൻ ആ വാർത്ത വ്യാപിച്ചു. അപ്പൊ നാട്ടുകാരൊക്കെ എന്ത് ചെയ്യും, ആ ഒരു ഫാമിലിയെ കളിയാക്കും അല്ലെ, മോശമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നേരെ പറയും. അപ്പൊ അതൊന്നും താങ്ങാൻ വയ്യാതെ, അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമിലിയേഷൻ, ആ ഒരു അപമാനം ഒന്നും കേൾക്കാൻ അല്ലെങ്കിൽ താങ്ങാൻ കഴിയാതെ സ്വന്തം വൈഫായ ഗൗരി നമ്മുടെ ബബ്ലുവിനെ ഉപേക്ഷിച്ച് പോവാണ് കേട്ടോ. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ അല്ലെ, ഒരു സർപ്രൈസിലൂടെ സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലെ. വളരെ നല്ല കാര്യം അദ്ദേഹം സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു റൂറൽ ഏരിയാസിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ സ്വന്തം ഭാര്യ പോലും അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് പോവാണ്. ഓക്കെ, ഒരു നല്ല കാര്യം ചെയ്യാണല്ലേ നമ്മുടെ വ്യക്തി ആരാ, ബബ്ലു കേവത്. റിയൽ പാറ്റ്മാന്റെ പേരെന്താ, അരുണാചലം മുരുകാനന്ദം. Okay, Bablu's wife left him. She said she would only return when he gave up his madness. അപ്പൊ എന്താണ്, നമ്മുടെ ബബ്ലുവിന്റെ വൈഫ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാ പോയത്. ഇനി അവള് അല്ലെങ്കിൽ നമ്മുടെ ഗൗരി തിരിച്ചു വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഭ്രാന്തൊക്കെ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം അല്ലെ. ഭാര്യ ഇതിനെ എന്തായിട്ടാണ് കാണുന്നത്, ഒരു ഭ്രാന്തായിട്ടാണ്. ഭ്രാന്താണോ ഇത്? അല്ല, ഇതൊരു ആവശ്യമാണല്ലേ. അത്രയും മോശപ്പെട്ട രീതിയിലുള്ള തുണികൾ, അല്ലെങ്കിൽ എന്താണ്, കീറിയ തുണി അല്ലെങ്കിൽ പഴകിയ തുണികളൊക്കെ സാനിറ്ററി നാപ്കിൻസിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു സൊസൈറ്റിയെ നല്ല രീതിയിൽ ഒരു സാനിറ്ററി നാപ്കിൻ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ലോ കോസ്റ്റ്ലി ആയിട്ട് സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ബബ്ലുവിനെ അവരെന്താണ്, ഒരു ഭ്രാന്തനായിട്ടൊക്കെ എന്ത് ചെയ്യാണ്, കാണുകയാണ് അല്ലെ. ഇത് മോശപ്പെട്ട അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഹിസ് മദർ ടു ഫോളോഡ് സ്യൂട്ട് പറഞ്ഞാൽ എന്തുവാ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഭാര്യ പോയി, അതേപോലെ എന്ത് ചെയ്തു, അമ്മയും പറഞ്ഞു ഞാനും എന്ത് ചെയ്യാണ്, പോവാണ്. ഓക്കെ, ബൈ എന്ന് പറഞ്ഞ എന്ത് ചെയ്യാ, അമ്മയും പോവാണ് കേട്ടോ. അമ്മയും പോയി, ഭാര്യയും പോയി. ഓക്കെ, ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആര്, ബബ്ലു. പക്ഷെ ഇപ്പൊ ആരില്ല കൂടെ, അമ്മയും ഇല്ല, ഭാര്യയും ഇല്ല. Then he had lost his wife, his family, his friends. ഇപ്പൊ എന്ത് ചെയ്തു, ഫാമിലി നഷ്ടപ്പെട്ടു, വൈഫ് നഷ്ടപ്പെട്ടു, ഫ്രണ്ട്സ് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു നമ്മുടെ ബബ്ലുവിന് അല്ലേ, പാവം. Okay, and money that he could not afford to waste all in pursuit of the sanitary pad project. അപ്പൊ അദ്ദേഹം ഒരുപാട് അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരുപാട് പൈസ അതൊക്കെ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. എല്ലാം എന്തിനെ കാരണം, ഈ ഒരു സാനിറ്ററി പാഡ് പ്രോജക്ട്. അദ്ദേഹം ഒരു പുതിയ പദ്ധതി തുടങ്ങണം എന്ന് ആഗ്രഹിച്ചു അല്ലെ. അപ്പൊ ആ ഒരു പദ്ധതി കാരണം എല്ലാം നഷ്ടപ്പെട്ടു. എന്തൊക്കെ നഷ്ടപ്പെട്ടു, ഫാമിലി നഷ്ടപ്പെട്ടു, ഫ്രണ്ട്സ് നഷ്ടപ്പെട്ടു. സുരുക്കൂട്ടി വെച്ചിരുന്ന ഒരിക്കലും എന്താണ് ഉപേക്ഷിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താണ് വേസ്റ്റ് ചെയ്യാൻ കഴിയാത്തതായിട്ട് അദ്ദേഹം സ്വരുക്കൂട്ടി വെച്ചിരുന്ന, അല്ലെങ്കിൽ എന്താണ് ശേഖരിച്ചു വെച്ചിരുന്ന കുറെ പൈസയൊക്കെ എന്ത് ചെയ്തു, അതും ഈ ഒരു സാനിറ്ററി പാഡ് പ്രോജക്ട് കാരണം എന്ത് ചെയ്യാണ്, നഷ്ടപ്പെടുകയാണ് അല്ലെ. എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ കഥാനായകനായ ബബ്ലു എത്തിയിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കുന്നു നോക്കാം. ബബ്ലു വാസ് എ സിമ്പിൾ വെൽഡർ whose life had been ripped apart. ഒരു സാധാരണക്കാരനായ ഒരു വെൽഡർ ആയിരുന്നല്ലേ നമ്മുടെ ബബ്ലു. പക്ഷെ അദ്ദേഹത്തിന്റെ ലൈഫ് ഇന്ന് റിപ്പഡ് എപ്പാർട്ട്, കീറി മുറിക്കപ്പെട്ടു അല്ലെ. കാരണം എന്താണ്, തന്റെ ഭാര്യ പോയി, അമ്മ പോയി, ഫ്രണ്ട്സ് പോയി, ആരുമില്ല ഇപ്പൊ അദ്ദേഹത്തിന്. ഓക്കെ, ഒരു പാഡ് പ്രോജക്റ്റ് കാരണം. Then and all because he wanted to give ഗൗരി എ ഗിഫ്റ്റ്. അദ്ദേഹം വളരെയധികം ആത്മാർത്ഥമായിട്ട് ആ ഗൗരി എന്ന് പറയുന്ന തന്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുക, ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു സാനിറ്ററി പാഡ് പ്രോജക്റ്റിലേക്ക് വരെ അദ്ദേഹം എത്തുന്നത്. പക്ഷെ തന്റെ ഭാര്യ ഇപ്പോ
ആ ഒരു പ്രോജക്റ്റ് സക്സസ് ആവുന്നത് കാണാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് എന്ത് സംഭവിക്കും എന്ന് അറിയുന്നതിന് മുൻപേ തന്നെ എന്ത് ചെയ്തു, ഭാര്യ പോലും സപ്പോർട്ട് ചെയ്യാതെ എന്ത് ചെയ്യാണ്, അമ്മ പോലും എന്ത് ചെയ്യാണ്, പോവുകയാണ് കേട്ടോ. ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. ദെൻ ആൻഡ് ഓൾ ബിക്കോസ് ഹി വാണ്ടഡ് ടു ഗിവ് ഗൗരി എ ഗിഫ്റ്റ്. ഗൗരിക്ക് മാത്രമല്ല പിന്നെയോ, എ ഗിഫ്റ്റ് ഫോർ ഓൾ ദ പുവർ വിമൻ ഇൻ ദ വില്ലേജ് ആൻഡ് ഔട്ട്സൈഡ് ഇറ്റ്. അപ്പൊ എന്താണ്, ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ഒരു നല്ല സമ്മാനം അല്ലെങ്കിൽ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബബ്ലു ആഗ്രഹിച്ചത്. പക്ഷെ ആ ഒരു ഹോൾ വില്ലേജ് തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, എതിർത്ത് പറയാണ്, അല്ലെങ്കിൽ മോശമായിട്ട്, അല്ലെങ്കിൽ എന്താണ്, തെറ്റായ രീതിയിലൊക്കെ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹത്തെ എന്താണ്, ഒരു ഭ്രാന്തനെ പോലെ, ഇവരെന്താണ്, നോർമൽ അല്ല, അല്ലെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത് അല്ലെ. ഭാര്യ വരെ പറഞ്ഞിട്ട് പോയി, നിങ്ങളുടെ ഈ ഭ്രാന്ത് നിർത്തിയാൽ എന്ത് ചെയ്യാം, ഞാൻ തിരിച്ചു വരാം എന്നൊക്കെ രീതിയിൽ മോശമായിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ബബ്ലുവിനെ ഒരു ഹോൾ വില്ലേജ്, ഫാമിലി, ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്യാണ്, കാണുകയാണ്. പക്ഷെ അവൻ ആഗ്രഹിച്ചത് അവിടെയുള്ള വില്ലേജിലുള്ള എല്ലാ പാവപ്പെട്ട സ്ത്രീകൾക്കും, അല്ലെങ്കിൽ ആ വില്ലേജിന് പുറത്തുള്ള എല്ലാ പാവപ്പെട്ട സ്ത്രീകൾക്കും ഒരു നല്ല സമ്മാനം എന്ന് പറഞ്ഞാൽ എന്താ സമ്മാനം, അവർ യൂസ് ചെയ്തിരുന്നത് വളരെ അൺക്ലീൻ ആയിട്ടുള്ള, ഡേർട്ടി ആയിട്ടുള്ള റാഗ്സ് ആണ്, പഴകിയ തുണികളാണ്. എന്തിനു പകരം, സാനിറ്ററി നാപ്കിൻസിന് പകരം, അതിനു പകരം വളരെ ലോ കോസ്റ്റ്ലി ആയിട്ട് നല്ല സാനിറ്ററി പാഡ്സ് ഉണ്ടാക്കുക എന്നൊരു എയിമായിരുന്നു ആർക്കുള്ളത്, ബബ്ലുവിനുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് ഒരു ഗിഫ്റ്റ് ആയിട്ട് ആർക്ക് കൊടുക്കാം, അവിടെയുള്ള സ്ത്രീകൾക്ക് കൊടുക്കാം എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു ആർക്ക്, ബബ്ലുവിന്. പക്ഷെ അതാരും ആ ഒരു നല്ല വശം, ആ ഒരു ഗുഡ് സൈഡ് അതാരും എന്ത് ചെയ്തില്ല, കണ്ടില്ല അല്ലെ. എല്ലാവരും അദ്ദേഹത്തെ ഉപേക്ഷിച്ച് എന്ത് ചെയ്യാണ്, പോവാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. എല്ലാ മക്കളും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാ, ഈ ചാപ്റ്റർ പഠിക്കുക കേട്ടോ. അടിപൊളിയായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എ ഫീനിക്സ് റൈസസ് ബൈ ട്വിങ്കിൾ ഖന്ന. ഓക്കെ, ബൈ.